ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ, അതിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ 3ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം നോക്കൂ. ത്രികോണം എ ബി സിയിൽ എ ബി എ സി എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പി ക്യു. കൂടാതെ എ പി എ ക്യു എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് ആർ എസ്. ആദ്യ ഭാഗം ബി സി 12 സെന്റിമീറ്റർ ആയാൽ പി ക്യു എത്ര? ത്രികോണം എ ആർ എസ് സമഭുജ ത്രികോണമായാൽ ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് എത്ര? അപ്പോൾ ഈ ത്രികോണത്തിൽ എ ബി സി എന്ന ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ചേർത്ത വര പി ക്യു മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിൻ്റെ നീളത്തിൻ്റെ പകുതിയുമായിരിക്കും. ഈ സിദ്ധാന്തം ഉപയോഗിച്ച് പി ക്യുവിൻ്റെ നീളം ബി സിയുടെ പകുതിയായിരിക്കും. ബി സി 12 തന്നിട്ടുണ്ട്, അപ്പോൾ അത് 6 സെന്റിമീറ്റർ ആയിരിക്കും. രണ്ടാം ഭാഗം എന്താണ്? രണ്ടാം ഭാഗത്തിൽ എ ആർ എസ് സമഭുജ ത്രികോണമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എ പി ക്യു എന്ന ത്രികോണം പരിഗണിച്ചാൽ ആർ എസ് എന്നീ ബിന്ദുക്കൾ എ പിയുടെയും എ ക്യുവിൻ്റെയും മധ്യബിന്ദുക്കളാണ്. മധ്യബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പകുതിയുമായിരിക്കും. അപ്പോൾ ആർ എസ് പി ക്യുവിൻ്റെ പകുതിയായിരിക്കും. അതെത്രയാണ്? 3 ആയിരിക്കും. 12ൻ്റെ പകുതി 6, 6ൻ്റെ പകുതി 3. അപ്പോൾ എ ആർ എസ് സമഭുജ ത്രികോണമായതിനാൽ ഇതിൻ്റെ ചുറ്റളവ് 3 × 3 × 3 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ പി ക്യു എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ഇരട്ടിയായിരിക്കും. മധ്യബിന്ദുക്കൾ ചേർത്ത് വരച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് വലിയതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ എ പി ക്യുവിൻ്റെ ചുറ്റളവ് എത്ര കിട്ടി? 9 × 2 18 എന്ന് കിട്ടി. ഇനി ത്രികോണം എ ബി സിയുടെ മധ്യബിന്ദുക്കൾ ചേർത്താണല്ലോ നമുക്ക് ത്രികോണം എ പി ക്യു കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എ ബി സിയുടെ ചുറ്റളവ് എത്രയായിരിക്കും? എ പി ക്യുവിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 18ൻ്റെ ഇരട്ടി 36 ആയിരിക്കും അല്ലേ? നമുക്കത് നോക്കാം. അപ്പോൾ ഉത്തരത്തിൻ്റെ വിശദമായ വിവരണം നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ മധ്യബിന്ദു സിദ്ധാന്തമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിൻ്റെ നീളത്തിൻ്റെ പകുതിയുമായിരിക്കും.
വലിയ ത്രികോണം എ ബി സിയിൽ എ ബിയുടെയും എ സിയുടെയും മധ്യബിന്ദുക്കളാണ് പിയും ക്യൂവും. തന്നിരിക്കുന്ന വശത്തിന്റെ നീളം ബി സി 12 സെന്റിമീറ്റർ. അപ്പോൾ മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം പി ക്യു സമം അര ഇൻറ്റു ബി സി അര ഇൻറ്റു 12 6 സെന്റിമീറ്റർ. അപ്പോൾ ഒന്നാം ഭാഗത്തിന്റെ ഉത്തരം പി ക്യു സമം 6 സെന്റിമീറ്റർ. ഇനി രണ്ടാം ഭാഗം. ത്രികോണം എ പി ക്യൂവിൽ എ പി എ ക്യു ഇവയുടെ മധ്യബിന്ദുക്കളാണ് ആറും എസും. അപ്പോൾ മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം ആർ എസിന്റെ നീളം സമം അര ഇൻറ്റു പി ക്യൂയുടെ നീളം. അര ഇൻറ്റു 6 3 സെന്റിമീറ്റർ. ത്രികോണം എ ആർ എസ് ഒരു സമഭുജ ത്രികോണം ആയതിനാൽ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതായത് എ ആർ സമം ആർ എസ് സമം എ എസ് സമം 3 സെന്റിമീറ്റർ. ഇനി ചോദ്യത്തിൽ ആർ എന്നത് എ പിയുടെ മധ്യബിന്ദുവാണ്. അതിനാൽ എ പി സമം 2 ഇൻറ്റു എ ആർ. അപ്പോൾ 2 ഇൻറ്റു 3 6 സെന്റിമീറ്റർ. അതുപോലെ പി എന്നത് വലിയ ത്രികോണത്തിന്റെ വശമായ എ ബിയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് എ ബി സമം 2 ഇൻറ്റു എ പി 12 സെന്റിമീറ്റർ. ഇതേ രീതിയിൽ എ ക്യു എന്ന് പറയുന്നത് 2 എ എസ് ആയിരിക്കും. അതായത് 2 ഇൻറ്റു 3 6 സെന്റിമീറ്റർ. എ സി എന്ന് പറയുന്നത് 2 എ ക്യു 2 ഇൻറ്റു 6 12 സെന്റിമീറ്റർ. ഇതേ രീതിയിൽ വശം എ സിയുടെ നീളവും കണക്കാക്കാം. എ സി 12 സെന്റിമീറ്റർ. അപ്പോൾ എ ബി സി ഒരു സമഭുജ ത്രികോണമായി. അതായത് വലിയ ത്രികോണം എ ബി സിയുടെ വശങ്ങൾ എ ബി 12 സെന്റിമീറ്റർ, ബി സി 12 സെന്റിമീറ്റർ, എ സി 12 സെന്റിമീറ്റർ. അപ്പോൾ ചുറ്റളവ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി സമം 12 പ്ലസ് 12 പ്ലസ് 12 36 സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ ഇവിടെ മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം നമുക്ക് ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. ത്രികോണം എ ബി സി ഒരു മട്ട ത്രികോണമാണ്. കോൺ ബി 90 ഡിഗ്രി. ത്രികോണം എ ബി സിയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പി ക്യു ആർ. എ സി 13 സെന്റിമീറ്റർ, ബി സി 5 സെന്റിമീറ്റർ. എ ബിയുടെ നീളം എത്ര? പി ആർ ക്യു ബിയുടെ ചുറ്റളവ് എത്ര? അപ്പൊ ആദ്യം നമുക്ക് ഒരു ത്രികോണം എ ബി സി വേണം.
അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടത്രികോണം എ ബി സി. കോൺ ബി 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. എ ബി സിയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. അപ്പോൾ എ ബിയുടെ മധ്യബിന്ദു പി, ബി സിയുടെ മധ്യബിന്ദു ക്യൂ, പിന്നുള്ളത് ആരാണ്? എ സി, ആർ. ഓക്കെ. ഇനി എ സി എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. ബി സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. മട്ടത്രികോണത്തിന്റെ പാദം 5 സെന്റിമീറ്ററും കർണം 13 സെന്റിമീറ്ററുമായാൽ ലംബം നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ മട്ടത്രികോണം എ ബി സിയിൽ പൈത്തഗോറസ് സിദ്ധാന്തപ്രകാരം ലംബത്തിന്റെ വർഗം എ ബി സ്ക്വയർ സമം കർണത്തിന്റെ വർഗം എ സി സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ബി സി സ്ക്വയർ. ഇനി എ സി 13, ബി സി 5, അപ്പോൾ 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 13ന്റെ വർഗം 169, 5ന്റെ വർഗം 25, അത് കുറച്ചാൽ 144. അപ്പോൾ എ ബി സ്ക്വയർ 144 എന്ന് കിട്ടും. ഇതിൽ നിന്നും എ ബി 144ന്റെ വർഗമൂലം √144, അത് 12 × 12 144, അപ്പോൾ 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എ ബി 12 എന്ന് കിട്ടും. ഇനി നമുക്ക് പി ആർ ക്യൂ ബിയുടെ ചുറ്റളവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പിയും ആറും യോജിപ്പിച്ചു, ആറും ക്യൂവും യോജിപ്പിച്ചു. ഇപ്പം നമുക്കിവിടെ ഒരു ചതുർഭുജം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റളവാണ് വേണ്ടത്. അപ്പം ഇവിടെ പി എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്. എ ബി 12 ആയതുകൊണ്ട് നമുക്ക് ബി പി 6 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതേപോലെ ബി സി 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ബി സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ. അപ്പോൾ ബി ക്യൂ 5ന്റെ പകുതി 2.5 ആയിരിക്കും. ഇനി പി ആറും ക്യൂ ആറും എന്തായിരിക്കും? ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പകുതിയുമായിരിക്കും. അതുകൊണ്ട് പി ആറ് ബി സിയുടെ പകുതിയായിരിക്കും. അതായത് 5/2 2.5 ആയിരിക്കും. ഇനി അതേ സിദ്ധാന്തം ഉപയോഗിച്ചാൽ ത്രികോണത്തിൽ ക്യൂവും ആറും മധ്യബിന്ദുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ വശം എ ബി, അതിൻ്റെ പകുതിയായിരിക്കും 6 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ പി ബി ക്യൂ ആർ രണ്ടും 6 സെന്റിമീറ്റർ ആണ്. ബി ക്യൂവും പി ആറും 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് 6 + 2.5 + 6 + 2.5, അതായത് 12 × 5 17 സെന്റിമീറ്റർ എന്ന് കിട്ടും. അത് നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ ബി ഭാഗം പി ക്യു ആർ എന്നിവ യഥാക്രമം എ ബി, ബി സി, എ സി എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. വശം പി ബി സമം എ ബിയുടെ പകുതി, അതായത് 12/2 സമം 6 സെന്റിമീറ്റർ. വശം ബി ക്യു സമം ബി സിയുടെ പകുതി 5/2
2.5 സെന്റിമീറ്റർ. വശം QR എന്നത് AB-യുടെ പകുതിയായിരിക്കും മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം. അപ്പോൾ QR സമം അര AB സമം 12/2 6 സെന്റിമീറ്റർ. ഇതേപോലെ വശം PR എന്നത് BC-യുടെ പകുതിയായിരിക്കും മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം. അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ PR സമം BC/2 5/2 സമം 2.5 സെന്റിമീറ്റർ. ആയതുകൊണ്ട് ചതുർഭുജം PRQB-യുടെ ചുറ്റളവ് സമം PB പ്ലസ് BQ പ്ലസ് QR പ്ലസ് RP. അപ്പോൾ 6 പ്ലസ് 2.5 പ്ലസ് 6 പ്ലസ് 2.5 17 സെന്റിമീറ്റർ. ഓക്കെ, ചതുർഭുജം PRQB-യുടെ ചുറ്റളവ് 17 സെന്റിമീറ്റർ. അപ്പോൾ നമ്മളിവിടെ AB-യുടെ നീളം കാണാൻ വേണ്ടി പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചു. അതിനുശേഷം ചതുർഭുജം PBQR-ൽ BQ-ന്റെയും PR-ന്റെയും QR-ന്റെയും നീളം കാണാൻ മധ്യബിന്ദു സിദ്ധാന്തം ഉപയോഗിച്ചു. അതായത് ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിൻ്റെ പകുതിയുമായിരിക്കും. ഓക്കെ, ആ രണ്ടുമാണ് ഇത് ചോദിക്കുമ്പോൾ എഴുതേണ്ട പ്രധാന കാര്യം. ഓക്കെ, അത് ഞാൻ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, അത് ചേർക്കുക. ഇനി 18ാമത്തെ ചോദ്യം നോക്കൂ. ത്രികോണം ABC-യിൽ AP നടുവരയാണ്. G മധ്യമ കേന്ദ്രം. AP 12 സെന്റിമീറ്റർ ആയാൽ AG GP എത്ര വീതമാണ്? രണ്ടാമത്തെ ഭാഗം, ത്രികോണം BPG-യുടെ പരപ്പളവ് 10 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ ത്രികോണം BGA-യുടെ പരപ്പളവ് എത്ര? അപ്പൊ ഇവിടെ ത്രികോണത്തിന്റെ നടുവര സിദ്ധാന്തമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യ ഭാഗം, ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരയാണ് നടുവര. അത് 2:1 എന്ന അംശബന്ധത്തിലാണ് മധ്യമകേന്ദ്രം വിഭജിക്കുന്നത്. മധ്യമകേന്ദ്രം ഇതിനെ 2:1 എന്ന അംശബന്ധത്തിലാണ് വിഭജിക്കുന്നത്. മൂലയിൽ നിന്നും മധ്യമകേന്ദ്രം വരെ ഉള്ള ദൂരം മധ്യമകേന്ദ്രത്തിൽ നിന്നും മധ്യബിന്ദുവിലേക്കുള്ളതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ AG/GP എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ AP-യുടെ നീളം 12 ആയതുകൊണ്ട് AG-യും GP-യും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? AG 2x എന്നും GP x എന്നും എടുത്താൽ 2x + x 3x, അത് AP ആണ്. 3x 12 എന്ന് കിട്ടും.
അപ്പോൾ എക്സ് 12/3 4 എന്ന് കിട്ടും. അപ്പോൾ AG 2x 8 എന്ന് കിട്ടും. AG 8ഉം GP 4 എന്നും കിട്ടും. നമുക്ക് ആദ്യം അത് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. ഒരു ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രം അല്ലെങ്കിൽ മധ്യകേന്ദ്രം അതിന്റെ നടുവരയെ 2:1 എന്ന അംശബന്ധത്തിൽ വിഭജിക്കുന്നു. അതായത് ശീർഷത്തിൽ നിന്നും മൂലയിൽ നിന്നുമുള്ള അകലം 2 ആണെങ്കിൽ മധ്യമകേന്ദ്രത്തിൽ നിന്നും മധ്യബിന്ദുവിലേക്കുള്ള അകലം 1 ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശീർഷത്തിൽ നിന്നുള്ള ദൂരം AG വലിയ ഭാഗവും വശത്തേക്കുള്ള ദൂരം GP ചെറിയ ഭാഗവും ആണ്. 2 ഓഹരിയും 1 ഓഹരിയും വീതമാണ്. അപ്പൊ ആകെ ഓഹരി 3 ആണ്. ആകെ ഓഹരികൾ 2 + 1 3. ആകെ നീളം AP 12 സെന്റിമീറ്റർ. അപ്പോൾ ഒരു ഓഹരി എന്ന് പറയുന്നത് 12 ആകെ ഓഹരി 3 4 സെന്റിമീറ്റർ. AG 2 ഓഹരി സമം 2 × 4 8 സെന്റിമീറ്റർ. GP 1 ഓഹരി 1 × 4 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിന്റെ ഉത്തരം AG സമം 8 സെന്റിമീറ്റർ, GP സമം 4 സെന്റിമീറ്റർ. ഓക്കെ. ഇനി രണ്ടാം ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ BPGയുടെ പരപ്പളവ് 10 സെന്റിമീറ്റർ. അതായത് ബിയും ജിയും യോജിപ്പിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ BPG എന്ന് കിട്ടും. അത് അതിന്റെ പരപ്പളവ് 10 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് BGAയുടെ പരപ്പളവ് എത്ര എന്നാണ്. അപ്പൊ നമുക്ക് APG എന്ന ത്രികോണവും BGA എന്ന ത്രികോണവും APയുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് അത് നമുക്ക് പാദമായിട്ട് എടുക്കാം. ഓക്കെ. ഇനി ഇത് പാദമായി എടുത്താൽ BPGയുടെ മൂന്നാമത്തെ മൂല ബിയും BGAയുടെ മൂന്നാമത്തെ മൂല ബിയും പൊതുവാണ്. അപ്പോൾ ബിയിൽ നിന്നും ഈ വശത്തേക്കുള്ള അതായത് പാദത്തിലേക്കുള്ള ദൂരം അകലം അതായത് ഉയരം രണ്ടിനും തുല്യമായിരിക്കുമല്ലോ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഈ AP ഒരു നടുവരയാണ്. AP നടുവര ആയതുകൊണ്ട് G മധ്യമകേന്ദ്രവുമാണ്. അപ്പോൾ AG ഈസ് ടു GP 2:1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ത്രികോണം BPGയുടെ പരപ്പളവ് 1/2 × പാദം ഏതാണ്? GP × H. ഉയരം നമുക്ക് H എടുക്കാം. ഇനി ഈ GPയുടെ 2 മടങ്ങായിരിക്കുമല്ലോ AG. അപ്പോൾ ത്രികോണം AGBയുടെ പരപ്പളവ് സമം 1/2 × പാദം AG × ഉയരം H. AG എന്ന് പറയുന്നത് 2 GP ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ 2 ഇരട്ടിയാണെന്ന് കിട്ടും.
ഈ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാവാത്തവർക്ക് ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി നമുക്ക് സ്റ്റെപ്പുകൾ എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സിദ്ധാന്തം അല്ലെങ്കിൽ തത്വം, ഒരു ത്രികോണത്തിന്റെ നടുവരയിലൂടെ ഉണ്ടാകുന്ന ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ അവയുടെ പാദങ്ങളുടെ നീളത്തിന് ആനുപാതികമായിരിക്കും. ഞാനിവിടെ ബിയും ജിയും യോജിപ്പിച്ചാൽ നമുക്ക് BGP എന്ന ത്രികോണം, BGA എന്ന ത്രികോണം, അപ്പൊ രണ്ടിന്റെയും പാദം നമുക്ക് തുല്യമല്ല, പാദം ഇതാണ്, പാദം നമ്മുടെ നടുവരയുടെ ഭാഗമാണെന്ന് കിട്ടും. പിന്നെ മൂന്നാമത്തെ മൂല തുല്യമായതുകൊണ്ട് ഉയരം എന്താണ്, തുല്യമാണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ ഇതിന് പാദത്തിന്റെ നീളത്തിന് ആനുപാതികമായിരിക്കും. കാരണം h തുല്യമാണ്, ഉയരം തുല്യമാണ്. അതാണ് തത്വം പറഞ്ഞിരിക്കുന്നത്. ഒരു ത്രികോണത്തിന്റെ നടുവരയിലൂടെ ഉണ്ടാകുന്ന രണ്ട് ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ, ത്രികോണം BGP, ത്രികോണം BGA, ഇവയുടെ പരപ്പളവുകൾ അവയുടെ പാദങ്ങളുടെ നീളത്തിന് ആനുപാതികമായിരിക്കും. പാദങ്ങൾ 2:1 ആണ്. ഇവിടെ വലിയ ത്രികോണം ABP നോക്കിയാൽ ഈ ഭാഗം, അതിലെ BG എന്ന വര പാദമായ APയെ AG, GP എന്നിങ്ങനെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ത്രികോണം ABP നോക്കുക. അപ്പൊ ഇവിടെ ബിയിൽ നിന്നും നമ്മൾ ജിയിലേക്ക് വരച്ചാൽ അത് നടുവരയാണ്. ആ നടുവര എന്താണ്? AG:GP, AG:GP 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും. ഓക്കെ, അതിനാൽ പരപ്പളവുകളുടെ അംശബന്ധവും 2:1 ആയിരിക്കും ഈ തത്വപ്രകാരം. ത്രികോണം BGAയുടെ പരപ്പളവ് സമം 2 മടങ്ങ് 2 ത്രികോണം BPGയുടെ പരപ്പളവ്. ഇത് തന്നിട്ടുണ്ട് 10. അപ്പൊ 2 × 10, അതായത് 20 ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക, ഈ തത്വം ഓർത്തു വെക്കുക. അപ്പൊ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. ത്രികോണം BGAയുടെ പരപ്പളവ് 20 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? ത്രികോണം ABCയിൽ BC 12 സെന്റിമീറ്റർ, ABയുടെയും ACയുടെയും മധ്യബിന്ദുവാണ് PQ. കൂടാതെ AQവിന്റെയും APയുടെയും മധ്യബിന്ദുക്കളാണ് Sഉം Rഉം. ഓക്കെ, PQ, RS എന്നീ നീളങ്ങൾ എത്ര? PQ, RS എന്നിവ തമ്മിലുള്ള അകലം 4 സെന്റിമീറ്റർ ആയാൽ നിറം കൊടുത്ത ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര
മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പകുതിയുമായിരിക്കും. അപ്പോൾ ത്രികോണം എ ബി സിയിൽ പി ക്യു എന്ന വര ബി സിയുടെ പകുതി 6 സെന്റിമീറ്റർ. ഇനി ത്രികോണം എ പി ക്യു നോക്കൂ. ആറും എസും മധ്യബിന്ദുക്കളാണല്ലോ. അപ്പോൾ വീണ്ടും ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പകുതിയുമായിരിക്കും. RS പി ക്യുവിന്റെ പകുതി. അപ്പോൾ 6ന്റെ പകുതി 3. RS 3, PQ 6, BC 12. ഓക്കെ, ആദ്യ ഭാഗം കിട്ടി. ആദ്യം അത് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ മധ്യബിന്ദു സിദ്ധാന്തം എഴുതുക. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ നീളത്തിന്റെ പകുതിയുമായിരിക്കും. നിങ്ങൾ ഇതുപോലെ എന്ത് എഴുതി ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റും. വലിയ ത്രികോണം എ ബി സിയിൽ ബി സി 12 സെന്റിമീറ്റർ, പി ക്യു എന്നിവ മധ്യബിന്ദുക്കൾ ആയതിനാൽ പി ക്യു സമം അര ബി സി സമം അര ഇൻറ്റു 12 6 സെന്റിമീറ്റർ. ചെറിയ ത്രികോണം എ പി ക്യുവിൽ ആർ എസ് എന്നിവ മധ്യബിന്ദുക്കളായതിനാൽ ആർ എസ് സമം അര ഇൻറ്റു പി ക്യു സമം അര ഇൻറ്റു 6, അപ്പോൾ 3 സെന്റിമീറ്റർ. ആയതുകൊണ്ട് പി ക്യു സമം 6 സെന്റിമീറ്റർ, ആർ എസ് സമം 3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ബി ഭാഗം എന്താണ്? പി ക്യു ആർ എസ് എന്നിവ തമ്മിലുള്ള അകലം 4 സെന്റിമീറ്റർ ആയാൽ നിറം കൊടുത്ത ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഈ നിറം കൊടുത്ത ഭാഗം എന്താണ്? ഇവിടെ പി ക്യുവും ആർ എസും ബി സിക്ക് സമാന്തരമാണ്. അതുകൊണ്ട് ഇവ പരസ്പരം സമാന്തരമാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി ചിത്രത്തിൽ നിന്നും നമുക്ക് പി ആറും എസ് ക്യൂവും തുല്യമല്ല എന്ന് മനസ്സിലാക്കാം. അതായത് നിറം കൊടുത്ത ഭാഗം, അതിൽ ഒരു ജോഡി എതിർവശങ്ങൾ എന്താണ്? സമാന്തരമാണ്, തുല്യമല്ല. അതേപോലെ മറ്റ് രണ്ട് വശങ്ങൾ തുല്യമല്ല, സമാന്തരവുമല്ല. കാരണം ഇതിനെ നീട്ടി വരച്ചാൽ 7 കൂട്ടിമുട്ടും, ഇതിനെ നീട്ടി വരച്ചാൽ 7 കൂട്ടിമുട്ടും. അപ്പോൾ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജങ്ങൾ, വശം തുല്യമല്ല, ചതുർഭുജങ്ങളെയാണ് നമ്മൾ ലംബകം എന്ന് പറയുന്നത്. അപ്പോൾ പി ക്യു എസ് ആർ എന്ന ചതുർഭുജം ഒരു ലംബകമാണ്. ലംബകത്തിന്റെ പരപ്പളവ് കാണാൻ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? അര ഇൻറ്റു സമാന്തരമായ വശങ്ങളുടെ തുക. പി ക്യുവിന്റെ നീളം നമ്മൾ 6 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്, ആർ എസ് 3 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അത് രണ്ടും കൂട്ടിയാൽ 9. അപ്പോൾ അര ഇൻറ്റു 9 ഇൻറ്റു ഉയരം. ഉയരം എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള അകലമാണ്, അത് 4. അപ്പോൾ അര ഇൻറ്റു 9 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 4ഉം 2ഉം വെട്ടിപ്പോവും, 2. 9 ഇൻറ്റു 2 18 എന്ന് കിട്ടും. അപ്പോൾ 18 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും ഈ ലംബകത്തിന്റെ പരപ്പളവ്. ഓക്കെ,
അത് നമുക്ക് എഴുതി നോക്കാം. ചിത്രത്തിൽ നിറം കൊടുത്ത ഭാഗം RSQP ഒരു ലംബകമാണ്. ഓക്കെ, കാരണം മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം RS എന്ന വര PQവിന് സമാന്തരമാണ്. അപ്പോൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ PQ BCക്ക് സമാന്തരവും പകുതിയുമാണെന്ന് പറഞ്ഞു. RS BCക്ക് സമാന്തരവും പകുതിയുമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഇതിന് സമാന്തരമായി കഴിഞ്ഞാൽ ഇവരും സമാന്തരമാണ്. ഈ സമാന്തര വശങ്ങളുടെ നീളം നോക്കൂ. RS 3 സെന്റിമീറ്റർ, PQ 6 സെന്റിമീറ്റർ. വശങ്ങൾ തമ്മിലുള്ള അകലം ഉയരമാണ് h 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 സെന്റിമീറ്റർ. ലംബകത്തിന്റെ പരപ്പളവ് കാണാൻ സമാന്തര വശങ്ങളുടെ തുകയുടെ പകുതിയെ ഉയരം കൊണ്ട് ഗുണിക്കണം. അതായത് പരപ്പളവ് സമം അര ഇൻറ്റു RS പ്ലസ് PQ ഇൻറ്റു ഉയരം h. അര ഇൻറ്റു 3 പ്ലസ് 6 ഇൻറ്റു 4, അര ഇൻറ്റു 9 ഇൻറ്റു 4, 2ഉം 4ഉം തമ്മിൽ നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ 9 ഇൻറ്റു 2 18 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് നിറം കൊടുത്ത ഭാഗത്തിന്റെ പരപ്പളവ് 18 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ചിത്രത്തിൽ AB എന്നിവ PQ PR എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. OQ OR എന്നീ വരകളുടെ മധ്യബിന്ദുക്കളാണ് CD. QR 12 സെന്റിമീറ്റർ, OP 8 സെന്റിമീറ്റർ. ABCDക്ക് ഉചിതമായ പേരെഴുതുക. ABCDയുടെ ചുറ്റളവ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ ഒരു സാമാന്തരികം പോലെ തോന്നുന്നില്ലേ? ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ത്രികോണം PQRൽ മധ്യബിന്ദുക്കളായ എയും ബിയും യോജിപ്പിക്കുന്ന വര AB QR-ന് സമാന്തരവും പകുതിയുമായിരിക്കും. അപ്പം നമുക്കിവിടെ ABയുടെ നീളം 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി ത്രികോണം QOR എടുക്കൂ. അതിൽ മധ്യബിന്ദുക്കളായ DC യോജിപ്പിക്കുന്ന വര QR-ന് സമാന്തരവും പകുതിയുമായിരിക്കും. അപ്പോൾ QC 6 സെന്റിമീറ്റർ ആയിരിക്കും. ABയും DCയും QR-ന് സമാന്തരമായതിനാൽ അവ പരസ്പരം സമാന്തരമായിരിക്കും.
ഇനി ABCD എന്ന ചതുർഭുജം, കാരണം 4 മൂലകൾ 4 ശീർഷങ്ങൾ കൂട്ടിയതാണ് ചതുർഭുജം. ആ ചതുർഭുജത്തിൽ ഒരു ജോഡി എതിർവശങ്ങൾ ABയും DCയും സമാന്തരവും തുല്യവുമാണ്. അതുകൊണ്ട് ABCD ഒരു സാമാന്തരികമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിദ്ധാന്തമാണ്. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ നീളത്തിന്റെ പകുതിയുമായിരിക്കും. ഇനി ത്രികോണം PQRൽ PQ, PQ, PR എന്നിവയുടെ മധ്യബിന്ദുക്കളാണ് AB. അതിനാൽ AB QRന് സമാന്തരവും കൂടാതെ AB സമം അര QRുമായിരിക്കും. ത്രികോണം OQRൽ OQ, OR എന്നിവയുടെ മധ്യബിന്ദുക്കളാണ് DC. അതിനാൽ DC സമാന്തരം QR കൂടാതെ DC സമം അര QR. ഇതിൽ നിന്നും ABയും DCയും ഒരേ വരയായ QRന് സമാന്തരവും QRന്റെ പകുതിക്ക് തുല്യവുമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് AB സമാന്തരം DC കൂടാതെ AB സമം DC. ആയതിനാൽ ഒരു ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണെങ്കിൽ അത് ഒരു സാമാന്തരികമാണ്. ഇതിൽ നിന്നും ABCDക്ക് ഉചിതമായ പേര് സാമാന്തരികം എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പം നമ്മൾ ABയും DCയും QRന്റെ പകുതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 6 സെന്റിമീറ്റർ വീതമാണ്. ഓക്കെ, നമുക്ക് ചുറ്റളവ് കാണാൻ ഇനി ADയുടെയും BCയുടെയും നീളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് B പാർട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ABയും DCയും സമാന്തരവും തുല്യവുമാണ്. അത് അര QR ആണ്, 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇത് നോക്കൂ. QOP എന്ന ത്രികോണത്തിൽ Aയും Dയും മധ്യബിന്ദുക്കളാണ്. അപ്പോൾ AD എന്ന വര POക്ക് സമാന്തരവും പകുതിയുമായിരിക്കും. അപ്പോൾ ഇത് 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് 8 ആണ്. അപ്പോൾ AD 4 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ത്രികോണം PORൽ Cയും Bയും മധ്യബിന്ദുക്കളാണ്. അത് യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശമായ OPക്ക് സമാന്തരവും പകുതിയുമാണ്. അപ്പോൾ ഇത് 4 ആയിരിക്കും. അപ്പോൾ 4 വശങ്ങളും കിട്ടി. 6, 4, 6, 4 കൂട്ടിയാൽ 6, 6, 12, 12, 8, 20. അപ്പോൾ 20 സെന്റിമീറ്റർ ആയിരിക്കും ABCDയുടെ ചുറ്റളവ്. നമ്മുടെ മധ്യബിന്ദു സിദ്ധാന്ത പ്രകാരം AB അര QR ആണ്, 6 സെന്റിമീറ്റർ.
അതേപോലെ ഡി സി അര QR ആണ്, 6 സെൻറ്റിമീറ്റർ. ഇനി ത്രികോണം പി ക്യു ഒയിൽ എ ഡി എന്നിവ യഥാക്രമം പി ക്യു ഒ ക്യു എന്നിവയുടെ മധ്യബിന്ദുക്കളാണ്. മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം എ ഡി സമം അര ഒ പി, അര ഇൻറ്റു 8 4 സെൻറ്റിമീറ്റർ. ത്രികോണം പി ആർ ഒയിൽ ബി സി എന്നിവ പി ആർ ഒ ആർ എന്നിവയുടെ മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് ബി സി സമം അര ഇൻറ്റു ഒ പി, അര ഇൻറ്റു 8 4 സെൻറ്റിമീറ്റർ. സാമാന്തരികം എ ബി സി ഡിയുടെ ചുറ്റളവ് സമം എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ. അപ്പോൾ 6 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 4 20 സെൻറ്റിമീറ്റർ. അതായത് പാർട്ട് ബിയുടെ ഉത്തരം എ ബി സിയുടെ ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ എന്നെഴുതാം. ഓക്കെ. ഇനി നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ അടുത്ത പാർട്ട് 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.